നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കിയത് മുകേഷിന്റെ രാജിയുമായും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. എന്റെ വഴി എന്റെ അവകാശമാണെന്നും പ്രതികരിക്കാൻ സൌകര്യമില്ലെന്നും വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി. സുരേഷ് ഗോപി പരസ്യമായി മാപ്പ് പറയണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. ചോദ്യങ്ങളെ മസിൽ പവർ കൊണ്ട് നേരിടുന്ന ശൈലി ഞെട്ടിക്കുന്നതെന്നും KUWJ. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള നിർമ്മിതികളാണ് കെട്ടിട നിർമ്മാണ മേഖലയിൽ നടക്കേണ്ടതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃത്താല മണ്ഡലത്തിൽ വികസനത്തിന്റെ പൂക്കാലമെന്നും മന്ത്രി. തൃത്താല സർക്കാർ ആശുപത്രിയിൽ 12.5 കോടി രൂപയുടെ പുതിയ കെട്ടിടമുയരുന്നു. ജനങ്ങൾക്കു നൽകിയ വാഗ്ദാനങ്ങൾ ജാഗ്രതയോടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. നെന്മാറയിൽ 17-കാരനായ വിദ്യാർത്ഥിയെ SI മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന് പാലക്കാട് SP R ആനന്ദ് IPS. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. പുതിയ വിവാദം. പട്ടാമ്പിയിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പോലീസ് സേനയ്ക്ക് കളങ്കമായതിനു പിറകെ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അനാസ്ഥ വെടിയണമെന്ന വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചതിലൂടെ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞതായി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഭാരവാഹികൾ. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് K രാധാകൃഷ്ണൻ MP. ഏത് ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും K രാധാകൃഷ്ണൻ. കാപ്പ നിയമലംഘനം നടത്തി തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച 7 പേർ അറസ്റ്റിൽ. പ്രതികളെ പിടികൂടിയത് വിവിധ സ്റ്റേഷനുകളിലെ അന്വേഷണ സംഘം. കാപ്പ ഉത്തരവ് പ്രകാരം ജില്ലയിൽ പ്രവേശന വിലക്കുള്ളവർ നിയമം ലംഘിച്ച് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ കർശന നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. പുലിപ്പേടിയിൽ കല്ലേക്കാട് ഗ്രാമം. കല്ലേക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിക്ക് സമീപമിറങ്ങിയ പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. മുണ്ടൂർ വനമേഖലയോട് ചേർന്ന ജനവാസ കേന്ദ്രത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം തടയാൻ സത്വര നടപടി വേണമെന്ന് നാട്ടുകാർ. ഓണത്തിന്റെ രുചി കൂട്ടാൻ കുടുംബശ്രീയുടെ ചിപ്സും ശർക്കര വരട്ടിയും വരുന്നു. ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത കുടുംബശ്രീ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ. കോർപ്പറേറ്റ് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കുടുംബശ്രീ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ടും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളോടുള്ള ചോദ്യങ്ങൾക്ക് പ്രകോപിതനുമായാണ് അദ്ദേഹം മറുപടി നൽകിയത്. രാമനിലയത്തിൽ വെച്ചാണ് പ്രതികരണം ആരാഞ്ഞ മാധ്യമങ്ങളെ സുരേഷ് ഗോപി കയ്യേറ്റം ചെയ്തത്. രാമനിലയത്തിൽ പ്രതികരണം ചോദിച്ച മാധ്യമങ്ങളെയാണ് അദ്ദേഹം കയ്യേറ്റം ചെയ്തത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് തള്ളിമാറ്റുകയായിരുന്നു. എന്റെ വഴി എന്റെ അവകാശമാണെന്നും പ്രതികരിക്കാൻ സൗകര്യമില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് രാവിലെ നടത്തിയ പ്രതികരണം വിവാദമായിരുന്നു. വലിയ സംവിധാനത്തെ തകർക്കുകയാണ് മാധ്യമങ്ങളെന്നും അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അമ്മ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാത്രം ചോദിച്ചാൽ മതിയെന്നുമൊക്കെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. മുകേഷിൻ്റെ കാര്യത്തിൽ കോടതി വല്ലതും പറഞ്ഞോ? ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എൻ്റെ ഓഫീസിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചോദിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കണം. അമ്മ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കൂ. ആരോപണങ്ങളൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. ഇത് മാധ്യമങ്ങളുടെ തീറ്റയാണ്. ഇതുവെച്ച് കാശുണ്ടാക്കിക്കോളൂ. പക്ഷേ ഒരു വലിയ സംവിധാനത്തെ തകിടം മറിക്കുകയാണ് നിങ്ങൾ. ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുക മാത്രമല്ല, സമൂഹത്തിൻ്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ച് വിടുക കൂടിയാണ് മാധ്യമങ്ങൾ. വിഷയങ്ങളെല്ലാം കോടതിക്ക് മുന്നിലുണ്ട്. കോടതിക്ക് ബുദ്ധിയുണ്ട്, യുക്തിയുണ്ട്. കോടതി തീരുമാനിക്കും. സർക്കാർ കോടതിയിൽ കൊണ്ടുചെന്നാൽ അവർ എടുത്തോളും. ഇങ്ങനെയായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാപ്പ് പറയണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. കേന്ദ്രമന്ത്രിയുടെ മര്യാദ വിട്ട പ്രവർത്തനത്തെ KUWJ അപലപിച്ചു. ചോദ്യങ്ങളെ മസിൽ പവർ കൊണ്ട് നേരിടാനുള്ള കേന്ദ്രമന്ത്രിയുടെ ശൈലി ഞെട്ടിക്കുന്നതാണ്. ജനാധിപത്യ മര്യാദയുടെ പ്രാഥമിക പാഠം അറിയുന്ന ഒരു ജനപ്രതിനിധിയും ഇത്തരത്തിൽ പെരുമാറില്ലെന്നും തെറ്റ് അംഗീകരിച്ച് പരസ്യമായി മാപ്പ് പറയാൻ സുരേഷ് ഗോപി തയ്യാറാകണമെന്നും KUWJ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണമാണ് നിർമ്മാണ മേഖലയിൽ നടപ്പിലാക്കേണ്ടതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്.
തൃത്താല മണ്ഡലത്തിൽ 3 വർഷം കൊണ്ട് വികസനത്തിന്റെ പൂക്കാലമാണ് നടന്നതെന്നും മന്ത്രി പറഞ്ഞു. 12.5 കോടി ചിലവഴിച്ച് തൃത്താല സർക്കാർ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങളിൽ 95% പദ്ധതികൾ പൂർത്തിയാക്കുമെന്ന് MLA കൂടിയായ മന്ത്രി MB രാജേഷ് പറഞ്ഞു. തൃത്താല ഗവൺമെന്റ് ആശുപത്രി ഏറെ കാലമായി ശോചനീയാവസ്ഥയിലാണ്. ഇതിന് പരിഹാരമായാണ് ആശുപത്രിയിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. 2022-23 വർഷത്തിൽ സംസ്ഥാന ബജറ്റിൽ 12.5 കോടി രൂപ പുതിയ കെട്ടിടത്തിനായി അനുവദിച്ചിരുന്നു. എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ പല കാരണങ്ങളാലും നീണ്ടുപോവുകയായിരുന്നു. സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചാണ് ഇപ്പോൾ കെട്ടിട നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നതെന്ന് നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈൻ വഴി നിർവഹിച്ച പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. വലിയ തോതിലുള്ള വികസന പ്രവർത്തനമാണ് തൃത്താലയിൽ നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള കെട്ടിട നിർമ്മാണമാണ് നിർമ്മാണ മേഖലയിൽ ആവശ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വികസനത്തിന്റെ പൂക്കാലമാണെന്ന് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും. നിയോജക മണ്ഡലത്തിൽ ഓരോ മേഖലയിലും വികസനം എത്തിക്കുന്നത് നിങ്ങളുടെ MLA ആയ മന്ത്രി ശ്രീ MB രാജേഷ് വളരെ ശ്രദ്ധേയമായ ഇടപെടലാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. റോഡായാലും മേൽപ്പാലമായാലും ടൂറിസം പദ്ധതികളായാലും തൃത്താല നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നതിനുള്ള ശ്രീ MB രാജേഷിന് മുൻകൈ ഈ നാടിന്റെ പൊതുവികസനത്തിനേറെ ഗുണകരമായി മാറി. ചടങ്ങിൽ തൃത്താല MLA കൂടിയായ മന്ത്രി MB രാജേഷ് അധ്യക്ഷനായി. ജനങ്ങളോട് പറഞ്ഞതും പറയാത്തതുമായ പദ്ധതികൾ നടപ്പാക്കും. വാഗ്ദാനങ്ങൾ ചെയ്ത 95% പ്രവൃത്തികളും പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രി കെട്ടിടം 1 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്പീക്കറായിരുന്നു അന്ന് ആരോഗ്യമന്ത്രിയോട് സ്പീക്കർക്ക് ഒരു സവിശേഷ അധികാരമുണ്ടല്ലോ. ആരോഗ്യമന്ത്രിയോട് പറഞ്ഞു, എൻ്റെ മണ്ഡലത്തിൽ ഒരു പ്രധാനപ്പെട്ട ആശുപത്രിയുടെ കാര്യം എനിക്ക് സംസാരിക്കാനുണ്ട്, അപ്പോൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. തലേന്നാണ് വിളിച്ചു പറഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് മന്ത്രി വീട്ടിലെത്തി. ഈ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. എവിടെ നിന്നാണ് നമുക്ക് ഫണ്ട് കണ്ടെത്താനാവുക? ഞാൻ മന്ത്രിയോട് ചോദിച്ചു. മന്ത്രി എന്നേക്കാൾ മുമ്പ് ഒരു തവണ MLA ആയിട്ടുള്ള ആളാണ്. മന്ത്രി പറഞ്ഞു, നമുക്ക് ബജറ്റിൽ നിന്ന് ഫണ്ട് അനുവദിക്കാം. വേറെ ചില സോഴ്സ് നബാർഡൊക്കെ ആലോചിച്ചു. പക്ഷെ മന്ത്രി പറഞ്ഞു ബജറ്റിൽ നിന്ന് അനുവദിക്കാം. ഞാൻ ബജറ്റിൽ എൻ്റെ പ്രപ്പോസലായിട്ട് എഴുതി കൊടുത്തു. 2022-23 ബജറ്റിൽ തുക വെച്ചു. 1938 ആരംഭിച്ച ആശുപത്രിയാണ്. ഞാനിവിടെ വന്നപ്പോൾ പല ആശുപത്രി രേഖകൾ മെഡിക്കൽ ഓഫീസർ എനിക്ക് കാണിച്ചത്. പാലക്കാട് PWD ബിൽഡിംഗ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C രാജേഷ് ചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന, PR കുഞ്ഞുണ്ണി, മുൻ MLA VK ചന്ദ്രൻ, KP ശ്രീനിവാസൻ, അനു വിനോദ്, കമ്മുകുട്ടിയെടുത്തോൾ, PK ജയ, P ദീപ, TV സബിത, PV മുഹമ്മദ് അലി, T അരവിന്ദാക്ഷൻ, തൃത്താല മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബ്ന, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. പട്ടാമ്പി പാലത്തിന്റെ കൈവരികൾ പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് തൃത്താല MLA കൂടിയായ മന്ത്രി MB രാജേഷ്. കൈവരികളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കും. വിമർശനങ്ങൾ കാര്യമാക്കേണ്ടതില്ലെന്നും മന്ത്രി പറഞ്ഞു. പുതിയ പാലത്തിന്റെ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൈവരി തകർന്നാൽ പിന്നെ പുനഃസ്ഥാപിക്കണമെങ്കിലോ നേരത്തെ പറഞ്ഞു നടപടിക്രമങ്ങളുണ്ട്, നിയമപരമായ നടപടിക്രമം. കൈവരി തകർന്നു, എന്നാൽ ഫണ്ട് അനുവദിച്ചു, നാളെ ഒരാളെ വിളിച്ച് നീ ആ കൈവരി കെട്ടിക്കോ എന്ന് പറയാൻ പറ്റും? അങ്ങനെ പറയാൻ പറ്റില്ല. അതിന് പറഞ്ഞതുപോലെ ഭരണാനുമതി, സാങ്കേതിക അനുമതി, ടെൻഡർ ഇതെല്ലാം വേണം. ടെൻഡർ കഴിഞ്ഞു, ഇപ്പോൾ വർക്ക് ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട്. ഉടൻ കൈവരിയുടെ നിർമ്മാണം ആരംഭിക്കും. ഏതോ പത്രത്തിലോ TV-യിലോ മറ്റോ കണ്ടു കൈവരി കെട്ടാൻ ആരൊക്കെ കൂടി പോയി എന്നുള്ളത്. വേലികെട്ടാൻ പോകുന്ന പോലുള്ള ഏർപ്പാടാണോ കൈവരി കെട്ടുക എന്ന് പറഞ്ഞ്? അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒന്നാണോ? ഇപ്പൊ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അക്കാര്യത്തിലൊരു കാലതാമസമില്ല. ടെൻഡർ നിയമാനുസൃതമുള്ള അത് മറികടക്കാൻ പറ്റില്ല. തൃശൂർ വാടാനപ്പള്ളി തൃത്തല്ലൂരിൽ സ്വകാര്യ ബസും ലോറിയും കൂട്ടിയിടിച്ച് ലോറി ഡ്രൈവർ മരിച്ചു. തമിഴ്നാട് ഈറോഡ് സ്വദേശി 35 വയസ്സുള്ള അരുണാണ് മരിച്ചത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസും എതിരെ വന്ന ലോറിയുമാണ് കൂട്ടിയിടിച്ചത്. ബസ്സിലുണ്ടായിരുന്ന 15ഓളം പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ സഹചാരി സെന്റർ ആംബുലൻസ്, വാടാനപ്പള്ളി ആക്സ് ടോട്ടൽ കെയർ
മെക്സിക്കാന തുടങ്ങി ആംബുലൻസുകളിൽ എങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതര പരിക്കേറ്റ ലോറി ഡ്രൈവർ അരുണിനെ തൃശൂരിലെ അശ്വിനി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നിയന്ത്രണം വിട്ട ലോറി എതിരെ വന്ന ബസ്സിലും മരത്തിലും ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. തൃപ്രയാറിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി ലോറിയുടെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് ഡ്രൈവറെ പുറത്തെടുത്തത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വാടാനപ്പള്ളി പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ക്രെയിൻ കൊണ്ട് ലോറിയും ബസ്സും മാറ്റിയാണ് വാഹന ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഏത് ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും കെ രാധാകൃഷ്ണൻ MP. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമെന്നും കെ രാധാകൃഷ്ണൻ MP പെരിങ്ങോട്ടുകുറിശ്ശിയിൽ പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ ഗവൺമെന്റ് മുഖ്യമന്ത്രി തന്നെ പരസ്യമായി ഡിക്ലെയർ ചെയ്ത കാര്യമാണ്, ഈ പറയുന്ന കാര്യത്തിൽ പരാതി ഉണ്ടെങ്കിൽ ഏത് ഉന്നതനായാലും അവരുടെ പേരിൽ നടപടി എടുക്കുന്നത്. അതിന്റെ അപ്പുറത്തുള്ള ഒരു കാര്യം, അതായത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് സംസ്ഥാനം ഒരു വലിയൊരു കമ്മിറ്റി വെക്കുന്നത്. പക്ഷേ അപ്പോഴും ഇതിന് നടപടി എടുക്കില്ല എന്നുള്ള ആദ്യഘട്ടത്തിലെ പരാമർശങ്ങളൊക്കെ വ്യത്യാസമില്ല. അതേ പറഞ്ഞത് ഏത് ഉന്നതനാണെങ്കിൽ ആരായാലും നടപടി എടുക്കുന്നു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനത്ത് വെച്ച് ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അത് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കുന്ന ഒരു MLA സ്ഥാനത്തേക്കും ആരോപണം വന്നാലും അതാണ് ഏത് ഉന്നതനായാലും എന്ന് പറഞ്ഞാൽ അതില് എല്ലാം പെട്ടല്ലോ. നെന്മാറയിൽ 17-കാരനെ SI മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം നടപടിയെന്ന് SP ആനന്ദ് IPS. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെയാണ് സംഭവം വിവാദമായത്. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പട്ടാമ്പിയിൽ അകാരണമായി വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പോലീസ് സേനയ്ക്ക് കളങ്കമായതിന് പിറകെയാണ് പുതിയ വിവാദം. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ DYSPയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് നെന്മാറ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലെ 17-കാരനായ വിദ്യാർത്ഥിയെ ജീപ്പിനടുത്തേക്ക് വിളിച്ചുവരുത്തി പോലീസ് മർദ്ദിച്ചത്. കടയ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത്. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ വിവാദമായ സംഭവം ഒതുക്കി തീർക്കാൻ പോലീസ് ശ്രമം നടക്കുന്നുണ്ട്. ലഹരി ഉപയോഗിച്ച വിദ്യാലയത്തിലെ 6 വിദ്യാർത്ഥികളെ സ്റ്റേഷനിലേക്ക് വിളിച്ചുവരുത്തി കൗൺസിലിംഗ് നടത്തി വിട്ടയച്ചിരുന്നുവെന്നും ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്താനുള്ള പരിശോധനയാണ് നടത്തിയതെന്നും ഇതിന്റെ ഭാഗമായി ജീപ്പിനടുത്തേക്ക് വിദ്യാർത്ഥിയെ വിളിച്ചുവരുത്തി ചോദിച്ചതല്ലാതെ മർദ്ദിച്ചിട്ടില്ലെന്നുമാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ മർദ്ദിച്ചതായി വിദ്യാർത്ഥി പറഞ്ഞു. മർദ്ദനമേറ്റ വിദ്യാർത്ഥി നെന്മാറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. പട്ടാമ്പിയിൽ അകാരണമായി വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പോലീസ് സേനയ്ക്ക് കളങ്കമായി നിൽക്കുന്നതിനിടെയാണ് നെന്മാറയിലും പോലീസിന്റെ മോശം പെരുമാറ്റമുണ്ടായിരിക്കുന്നത്. കടയ്ക്ക് സമീപത്തെ CCTV ദൃശ്യങ്ങൾ, സാക്ഷിമൊഴികൾ എന്നിവ പരിശോധിക്കുമെന്ന് SP പറഞ്ഞു. എൻക്വയറി റിപ്പോർട്ട് വന്നിട്ടില്ല. വന്ന ശേഷം ഇത് ഏതെങ്കിലും പ്രാഥമികമായിട്ടുള്ള നടപടി എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നു. DSP ഡീറ്റെയിലായിട്ട് എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ഇതുവരെ എൻക്വയറി പൂർത്തിയായിട്ടില്ല. പൂർത്തിയായിട്ട് അത് നോക്കും. എന്തെങ്കിലും നടപടി ഉണ്ടാവും. അത് എൻക്വയറി കിട്ടിയില്ല. എൻക്വയറി റിപ്പോർട്ട് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് എന്താണ്. കഴിഞ്ഞ ദിവസം പട്ടാമ്പിൽ ഇതേപോലെ സംഭവം ഉണ്ടായിരുന്നു, അന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതിലും അങ്ങനെ തെളിയിക്കപ്പെടുകയാണെങ്കിൽ ഇത് നോക്കാം. എൻക്വയറി ആയിട്ടില്ല. എൻക്വയറി ആയിട്ട് പ്രാഥമിക വിലയിട്ടില്ല. എന്താണ് ഉണ്ടായ സാഹചര്യം, അങ്ങനത്തെ ജീപ്പിലേക്ക് വലിക്കാനുള്ള സാഹചര്യം എന്താണ്, അങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ച വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നു? ഇല്ല, അത് നമ്മൾ എന്താ സംഭവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് DSP എൻക്വയറി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഡീസൻ്റായിട്ട് NDPS കാര്യങ്ങളായിട്ട് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. രാജ്യത്ത് തന്നെ എല്ലാ മേഖലകളിലും മുൻനിരയിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണെന്നും സംസ്ഥാന സർക്കാർ കൈവരിച്ച നേട്ടം അംഗീകരിക്കാത്ത മോദി സർക്കാർ കേന്ദ്ര ഫണ്ട് അനുവദിക്കുന്നതിൽ വിമുഖത കാണിക്കുകയാണെന്നും കെ രാധാകൃഷ്ണൻ MP. പെരിങ്ങോട്ടുകുറിശ്ശി പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കിയ സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കേരളം 1ാം സ്ഥാനത്തായതിനാൽ ഇനി അതിലേക്കൊന്നും ഫണ്ട് ആവശ്യമില്ല എന്നാണ് കേന്ദ്ര നിലപാടെന്നും ഇത് കേരളത്തിലെ ഒട്ടേറെ വികസന പദ്ധതികളെ തകിടം മറിക്കുമെന്നും MP കൂട്ടിച്ചേർത്തു. പ്രസംഗിക്കാൻ കിട്ടിയ സന്ദർഭത്തിൽ പറഞ്ഞ് കേരളം എല്ലാ രംഗത്തും ഇന്ത്യക്കും ലോകത്തിനുമെല്ലാം മോഡലാണ്. അങ്ങനെ മോഡലായി മാറിയതിന്റെ ദുരന്തം നമ്മുടെ കേരളം അനുഭവിക്കുക. കാരണം നമുക്ക് അർഹമായത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ സാമൂഹിക മേഖലയും നമ്മൾ മുന്നേറുന്നു. ആ സാമൂഹിക മുന്നേറ്റത്തിന്റെ ഭാഗമായിക്കൊണ്ട് നമുക്ക് കിട്ടേണ്ട അർഹമായ വിഹിതം പോലും പലപ്പോഴും കിട്ടാതെ പോകുന്നു. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി അധ്യക്ഷയായി.
പരിപാടിയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള പഞ്ചായത്തിന്റെ വിഹിതം പി സുമോദ് MLAക്ക് കൈമാറി. ചടങ്ങിൽ വെച്ച് SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ ജനപ്രതിനിധികൾ, കുടുംബശ്രീ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. മുൻ MLA AV ഗോപിനാഥ് സ്വാഗതവും പഞ്ചായത്ത് സെക്രട്ടറി ഹരിമോഹൻ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് കല്ലേക്കാട് നിവാസികൾ പുലിപ്പേടിയിൽ. കല്ലേക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിക്ക് സമീപമിറങ്ങിയ പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. ആനയും പുലിയും ഉൾപ്പെടെ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മുണ്ടൂർ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് കല്ലേക്കാട്. കല്ലേക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിക്കും ജനവാസ കേന്ദ്രങ്ങളോടും ചേർന്ന ഭാഗത്താണ് പുലി ഇറങ്ങിയത്. ആനയും പുലിയും ഉൾപ്പെടെ വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന മുണ്ടൂർ വനമേഖലയോട് ചേർന്ന പ്രദേശമാണ് കല്ലേക്കാട്. കാലി വളർത്തലും കൃഷിയും ഉപജീവനമാക്കിയ നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. മനുഷ്യസഞ്ചാര പാതയോട് ചേർന്ന് പുലിയിറങ്ങിയത് ഈ പ്രദേശത്തെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. പുലിയുടെ സഞ്ചാരം കണ്ടെത്തി പിടികൂടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാപ്പ നിയമലംഘനം നടത്തി തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച 7 പേർ അറസ്റ്റിൽ. കാപ്പ ഉത്തരവ് പ്രകാരം ജില്ലയിലേക്ക് പ്രവേശനം വിലക്കിയവർ നിയമം ലംഘിച്ച് വീണ്ടും ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ R IPS അറിയിച്ചു. കാപ്പ ഉത്തരവ് പ്രകാരം ജില്ലയിൽ വിലക്ക് കൽപ്പിച്ച് നാടുകടത്തിയ 7 പേരെയാണ് നിയമലംഘനം നടത്തി ജില്ലയിൽ പ്രവേശിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്ന് അറസ്റ്റ് ചെയ്തത്. കോലഴി അത്തേക്കാട് സ്വദേശിയായ ചെമ്മിത്തേരി വീട്ടിൽ ബാബു 28 വയസ്സ്, പുത്തൂർ നമ്പ്യാർ റോഡ് സ്വദേശി കുഴിക്കാട്ട് വീട്ടിൽ ഫെബിൻ 21 വയസ്സ്, കുന്നംകുളം കരിക്കാട് സ്വദേശി കച്ചേരി വളപ്പിൽ ഷനോജ് 39 വയസ്സ്, കിള്ളന്നൂർ കെൽട്രോൺ നഗർ സ്വദേശിയായ മേപ്പാടി വീട്ടിൽ ദേവൻ 18 വയസ്സ്, പനയമ്പാടം സ്വദേശി പെരിഞ്ചേരി വീട്ടിൽ സന്ദീപ്, പെരുവല്ലൂർ സ്വദേശി മുല്ലോത്ത് വീട്ടിൽ അമൽ വിഷ്ണു, കുറ്റൂർ വലിയപറമ്പ് സ്വദേശി നെടുങ്കാട്ടിൽ കിങ്ങിണി എന്ന് വിളിക്കുന്ന രജീഷ് എന്നിവരെയാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കാപ്പ ഉത്തരവ് പ്രകാരം ജില്ലയിലേക്ക് പ്രവേശനം വിലക്കിയവർ നിയമം ലംഘിച്ച് വീണ്ടും ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ കർശന നടപടികൾ നേരിടേണ്ടി വരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ R IPS അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വഴിയോര കച്ചവട തൊഴിലാളി CITU വനിതാ സംരംഭക സംസ്ഥാന കൺവെൻഷൻ ഷൊർണൂരിൽ നടന്നു. VKTF സംസ്ഥാന ജനറൽ സെക്രട്ടറി VR ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ആര് വന്നാലും നേരിടാൻ കഴിയുന്ന, അങ്ങനെ പറയാൻ കാരണം വഴിയോര കച്ചവടക്കാരെ ഒരു കാലത്ത് എന്ന് പറഞ്ഞാൽ 19 വർഷം മുന്നത്തല്ല, 8-9 വർഷം മുന്നേ എന്തായിരുന്നു വഴിയോര കച്ചവടം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഞാൻ ചോദിക്കാനാണ് അതിൽ കുടുംബശ്രീക്കാരെ കൂടുതലുള്ളത് കൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്. എന്തായിരുന്നു വഴിയോര കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു പ്രധാന വിഭാഗമല്ലേ? സംഘാടക സമിതി ചെയർമാൻ S കൃഷ്ണദാസ് സ്വാഗതം പറഞ്ഞു. ശശികല ശശി അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ചകളുണ്ടായി. യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി V സുരേഷ്, CPM ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N ജയപാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ അനാസ്ഥ വെടിഞ്ഞ് ഇരകൾക്ക് നീതി ലഭ്യമാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ്. ആവശ്യമുന്നയിച്ച് പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് സംഘടന മാർച്ച് നടത്തി. പ്രസിഡന്റ് ഷക്കീല മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചതിലൂടെ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് വ്യക്തമായിരിക്കുകയാണെന്ന് ഷക്കീല ആരോപിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വനിതാ താരങ്ങൾ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക മന്ത്രിക്കും നൽകിയ പരാതിയും സർക്കാർ പൂഴ്ത്തിവെച്ചു. സ്ത്രീപക്ഷത്തിനൊപ്പമാണെന്ന സർക്കാർ വാദം പച്ചയായ നുണയാണ്. പുരോഗമന സ്ത്രീപക്ഷവാദികളും ഇടത് മഹിളാ സംഘടനകളും സർക്കാരിൻ്റെ നെറുകേടിന് കുടപിടിക്കുകയാണെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്ത ഷക്കീല പറഞ്ഞു. കുറ്റാരോപിതരായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുക, ഹേമ കമ്മിറ്റി ശുപാർശകൾ കാലവിളംബം കൂടാതെ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു SP ഓഫീസ് മാർച്ച്. ചർച്ചയ്ക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും അതിനെതിരെയുള്ള അല്ലെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടിയും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വരാത്തത് കൊണ്ടാണ് വിമൻ ജസ്റ്റിസ് മൂവ്മെൻറ്റ് അതിൻ്റെ സമരപരിപാടികളുമായി ഇവിടെ വന്നു നിൽക്കുന്നത്.
എന്താണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട്? 2017 ഒരു സിനിമാ നടി ആക്രമിക്കപ്പെട്ടതിൻ്റെ പേരിൽ അന്നത്തെ അതിൻ്റെ പേരിലുള്ള അന്വേഷണങ്ങൾ എങ്ങും എത്താതെ അതിനെക്കുറിച്ചിട്ട് പഠനങ്ങൾ നടത്താതെ ഗവൺമെൻറ് നിന്നപ്പോഴാണ് WCC എന്ന സംഘടന നിലവിൽ വരികയും മഞ്ഞക്കുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് SP ഓഫീസിന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. വൈസ് പ്രസിഡന്റ് ഹാജറ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ സമരവകുപ്പ് കൺവീനർ ആസിയ റസാഖ്, സെക്രട്ടറി സാബിറ ഹുസൈൻ, സോഷ്യൽ മീഡിയ സെക്രട്ടറി ഫെൻസിയ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കൂറ്റനാട് വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA നിർമ്മിച്ച 3 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ചടങ്ങിൽ മന്ത്രി MB രാജേഷ് ഏറ്റുവാങ്ങി. വട്ടേനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ PTA നിർമ്മിച്ച 3 ക്ലാസ് മുറികളുടെ ഉദ്ഘാടനമാണ് മന്ത്രി MB രാജേഷ് നിർവഹിച്ചത്. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ചെലവ് കുറഞ്ഞ അതോടൊപ്പം പ്രകൃതി സൗഹൃദപരമായിട്ടുള്ള നിർമ്മാണ രീതിയിലൊന്നാണത്. മണൽ വളരെ കുറച്ച് മതി, സിമെൻറ്റും വളരെ കുറച്ചേ ആവശ്യമുള്ളൂ. ഈ കട്ടകൾ അല്ലാതെ തന്നെ ചേർന്നിരിക്കും, അതാണ് പ്രത്യേകത. അപ്പം അങ്ങനെ കുറഞ്ഞ ചെലവിൽ സ്വന്തം നിലയിൽ പണം കണ്ടെത്തി 3 ക്ലാസ് മുറികൾ നിർമ്മിച്ച, അതിനുവേണ്ടി നിവേദനമായിട്ട് ആരുടെയും പിന്നാലെ നടക്കാതെ ഈ 3 ക്ലാസ് മുറി നിർമ്മിച്ച PTA വളരെ വലിയ അഭിനന്ദനം അർഹിക്കുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ അഭിനന്ദനമൊക്കെ പറഞ്ഞിട്ട് MLA കാശൊന്നും തരാതെ ഞങ്ങളുടെ സ്കൂളിന് ഒന്നും തരാതിരിക്കാനുള്ള പരിപാടിയാണ് എന്ന്. യഥാർത്ഥത്തിൽ ഇവിടെ ഫണ്ട് തരാൻ ഒരു വിരോധം ഉണ്ടായിട്ടില്ല, പക്ഷെ സ്ഥലമില്ല എന്നുള്ളതാണ്. ചടങ്ങിൽ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റജീന അധ്യക്ഷയായിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ചടങ്ങിൽ മന്ത്രി MB രാജേഷ് ഏറ്റുവാങ്ങി. പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ബാലൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർ, PV പ്രിയ, സിനി, റാണി അരവിന്ദൻ, ടിനോ മൈക്കിൾ, കാസിം ഗഫൂർ, M പ്രദീപ്, HM PP ശിവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അധ്യാപകർ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. സമൂഹ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കേഡറ്റുകൾ മുന്നിട്ടിറങ്ങണമെന്നും അച്ചടക്കമായിരിക്കണം മുഖമുദ്രയാവേണ്ടതെന്നും ജില്ലാ പോലീസ് മേധാവി R ആനന്ദ് IPS. കേരളശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 2022-24 ബാച്ച് SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാസിംഗ് ഔട്ട് ശേഷമോ നിങ്ങൾ ഭാവിയിൽ എവിടെ പോയി പഠിച്ചെങ്കിലും എവിടെ ജോലിക്ക് പോയെങ്കിലും നിങ്ങൾ ഈ നല്ല വാല്യൂസ് ക്യാരി ഫോർവേഡ് ചെയ്യുക. ബിക്കോസ് നമ്മൾ എത്ര പഠിച്ച് നല്ല ഒരു സൊസൈറ്റിയിൽ ഒരു നല്ല പൊസിഷൻ വന്നെങ്കിലും നമ്മളെ സെൽഫ് ഡിസിപ്ലിനും നമ്മുടെ കൂടെ ഉള്ള നല്ല വാല്യൂസെ നമ്മളെ ഒരു നല്ല സിറ്റിസൺ ആക്കും. വിത്തൗട്ട് ഡിസിപ്ലിനോ വാല്യൂസോ നമ്മൾ ഏതൊരു തരത്തിൽ പോയെങ്കിലും അത് സൊസൈറ്റിക്കോ പബ്ലിക്കോ ബെനിഫിറ്റ് ആകില്ല. തുടർന്ന് കേഡറ്റുകളുടെ സല്യൂട്ടും സ്വീകരിച്ചു. ചടങ്ങിൽ മികവ് തെളിയിച്ച കേഡറ്റുകളെയും A+ നേടിയ വിദ്യാർത്ഥികളെയും ജില്ലാ പോലീസ് മേധാവി ആദരിച്ചു. പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശിവ സുനിൽ അധ്യക്ഷയായി. SPC പരിശീലകൻ റിട്ടയർഡ് SI വേലായുധനെയും ആദരിച്ചു. SPC വിദ്യാർത്ഥി വരച്ച ജില്ലാ പോലീസ് മേധാവിയുടെ ചിത്രം ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് കൈമാറി. CN അഭിനവ് പരേഡ് നയിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ P രാജീവ്, PC രാഹുൽ, കോങ്ങാട് സ്റ്റേഷൻ SHO R സുജിത് കുമാർ, PTA പ്രസിഡന്റ് KA ബാലസുബ്രഹ്മണ്യൻ, PTA വൈസ് പ്രസിഡന്റ് P സന്തോഷ് കുമാർ, പ്രിൻസിപ്പൽ NS സിനു, സ്കൂൾ മാനേജർ KP ജയദേവൻ, പ്രധാനാധ്യാപിക P രാധിക, നോഡൽ ഓഫീസർമാരായ സതീന്ദ്രൻ, സുരേഷ് മണ്ണാർക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പോലീസ്, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, രക്ഷിതാക്കൾ, PTA ജീവനക്കാർ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കോങ്ങാട് SHO R സുജിത് കുമാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10 ലക്ഷം രൂപ സംഭാവന നൽകി. ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി MB രാജേഷ് ചെക്ക് ഏറ്റുവാങ്ങി. മന്ത്രി MB രാജേഷിന് ബാങ്ക് ചെയർമാൻ U രാജഗോപാൽ 10 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ബാങ്ക് വൈസ് ചെയർമാൻ KN ശിവദാസൻ, MD ഡോക്ടർ M രാമനുണ്ണി, ഡയറക്ടർമാരായ KP സുധീർ, PK ഗംഗാധരൻ, അഡ്വക്കേറ്റ് സജില R സിംഗ്, ബാങ്ക് ജനറൽ മാനേജർ ഇൻചാർജ് CS ബിന്ദു, ബാങ്ക് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വയനാടിന് കൈത്താങ്ങായി DYFI.
സ്ക്രാപ്പ് ചാലഞ്ചിലൂടെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മണ്ണൂർ മേഖലയിൽ സ്വരൂപിച്ച 1 ലക്ഷം രൂപ ഡിവൈഎഫ്ഐയുടെ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് കൈമാറി. ഡിവൈഎഫ്ഐ സ്വരൂപിച്ച തുക മേഖലാ ഭാരവാഹികൾ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീന് കൈമാറി. മറ്റ് യുവജന പ്രസ്ഥാനങ്ങളും സംഘടനകളും വ്യക്തികളും എല്ലാം വയനാടിന് വേണ്ടി എന്ത് ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ആ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് തന്നെ വയനാടിനെ പൂർണ്ണമായി പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഡിവൈഎഫ്ഐ റീബിൽഡ് വയനാട് എന്നൊരു ക്യാമ്പയിന് തുടക്കം കുറിച്ചു. 25 വീടുകൾ എന്ന പ്രഖ്യാപനമാണ് നടത്തിയതെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഡിവൈഎഫ്ഐ നടത്തിയ പ്രഖ്യാപനത്തിൽ നിന്ന് ഡിവൈഎഫ്ഐക്ക് തന്നെ മാറിപ്പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. 25 എന്നതിനപ്പുറത്തേക്കൂടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 50-ലധികം വീടുകൾ വെച്ചു കൊടുക്കുന്ന രീതിയിലേക്ക്, അത് എത്ര വീടുകളെന്ന് കൃത്യമായി ഡിവൈഎഫ്ഐ അടുത്ത ദിവസം പ്രഖ്യാപിക്കും. മേഖലാ പ്രസിഡന്റ് അജിത് രാജ് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി AV അർജുൻ, ബ്ലോക്ക് സെക്രട്ടറി PS മുത്തലി, ബ്ലോക്ക് പ്രസിഡന്റ് ഗിരീഷ്, ആസീസ്, TR ശശി, OV സ്വാമിനാഥൻ, ഹർകിഷൻ, അജിത് രാജ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ യൂണിറ്റിലെ ഭാരവാഹികളും CPM നേതാക്കളും പങ്കെടുത്തു. 10 യൂണിറ്റുകളിൽ നിന്നായാണ് തുക ശേഖരിച്ചത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഓണത്തിന്റെ രുചി കൂട്ടാൻ കുടുംബശ്രീയുടെ ബ്രാൻഡഡ് ചിപ്സും ശർക്കര വരട്ടിയും വരുന്നു. ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത് കുടുംബശ്രീ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനവും പ്രൊഡക്ട് ലോഞ്ചും തൃശൂർ പുഴയ്ക്കലിൽ മന്ത്രി MB രാജേഷ് നിർവഹിച്ചു. സംസ്ഥാനത്തുടനീളമുള്ള 300ഓളം യൂണിറ്റുകളിൽ നിന്നായി 700ഓളം കുടുംബശ്രീ സംരംഭകരാണ് പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നത്. കോർപ്പറേറ്റ് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കുടുംബശ്രീ ഉൽപ്പന്നം വിപണിയിൽ എത്തിക്കുന്നതെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇതിനായി മികച്ച ഗുണനിലവാരത്തോടെയുള്ള ഉൽപ്പാദനം, പാക്കിംഗ് എന്നിവയിൽ ഏകീകൃത മാനദണ്ഡങ്ങൾ പുലർത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓണക്കാലത്തോടനുബന്ധിച്ച് ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എത്തിക്കുന്നത് വഴി കൂടുതൽ വ്യാപാര സാധ്യതകളും ലക്ഷ്യമിടുന്നു. സമാന സ്വഭാവമുള്ള യൂണിറ്റുകളെ സംയോജിപ്പിച്ച് ജില്ലാതലത്തിൽ ക്ലസ്റ്ററുകൾ രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. കർഷകരുണ്ട്. 12,000 ഏക്കറിൽ പച്ചക്കറി കൃഷി ഇപ്പം നടക്കുകയാണ്. ഇപ്പോൾ വിളവെടുപ്പിലേക്ക് ആവാറായി. 1500 ഹെക്ടർ പൂക്കൃഷി കുടുംബശ്രീ ഓണം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ കേരളീയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കുടുംബശ്രീയുടെ മുദ്ര പതിഞ്ഞിട്ടുണ്ട്. ഓണത്തിലും കുടുംബശ്രീയുടെ മുദ്രയും രുചിയും പതിയുകയാണ് എന്നതാണ് ഇതെല്ലാം കാണിക്കുന്നത്. സാധാരണ ഒരു ചൊല്ലുണ്ടല്ലോ, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. ഇപ്പോൾ പുറത്തു വരുന്ന പല കാര്യങ്ങളും അത് തെളിയിക്കുന്നുമുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന്. പക്ഷേ കുടുംബശ്രീ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന പ്രസ്ഥാനമാണ് എന്നതാണ് കുടുംബശ്രീയുടെ. പെട്ടെന്നതിന് സ്വീകാര്യത കിട്ടി. റാപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുവഴി ഓർഡർ ചെയ്താൽ ഭക്ഷണം ഉച്ചയ്ക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തും. 2024-2025 വർഷത്തിൽ 3 ലക്ഷം ഉപജീവന പദ്ധതികൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി രൂപീകരിച്ച K-ലിഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായാണ് ഫ്രഷ് ബൈറ്റ്സ് ബ്രാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. ഇതിനായി എല്ലാ ജില്ലകളിലെയും മികച്ച ചിപ്സ്, ശർക്കര വരട്ടി ഉൽപ്പാദന യൂണിറ്റുകളെ കണ്ടെത്തി 2 ഘട്ടങ്ങളിലായി കായംകുളം കൃഷി വിജ്ഞാൻ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ പരിശീലനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഗുരുവായൂർ നഗരസഭ നൽകുന്ന 25 ലക്ഷം രൂപയുടെ ചെക്ക് ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് മന്ത്രി MB രാജേഷിന് കൈമാറി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം തലശ്ശേരി MSA ബനാത്ത് യതീംഖാനയുടെ നേതൃത്വത്തിൽ മുൻകാല പ്രവർത്തകരെ അനുസ്മരിച്ചു. അനുസ്മരണ സമ്മേളനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓട്ടോറിക്ഷക്കാരൻ നല്ലൊരു തുക പാരിതോഷികമായി കൊടുത്തു അദ്ദേഹത്തെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചിലർക്ക് കിട്ടിയത് കൂടി തൃപ്തിപ്പെടും, ചിലർ വീണ്ടും വീണ്ടും കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ ഉദാഹരണം പറഞ്ഞത് മാത്രമാണ്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുവായ മനസ്സ് അങ്ങനെയാണല്ലോ, അവിടെ മത്സരങ്ങൾ വരും. മുൻ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറിമാരായ CKM സാദിഖ് മുസ്ലിയാർ, KPC തങ്ങൾ വല്ലപ്പുഴ, വൈസ് പ്രസിഡന്റുമാരായ ചാവക്കാട് ബുഹാറയിലെ സയ്യിദ് ഹാമിദ് കോയ തങ്ങൾ, ആനക്കര C കോയക്കുട്ടി മുസ്ലിയാർ, തൊയ്യൂർ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, കോട്ടുമല ബാപ്പു മുസ്ലിയാർ തുടങ്ങി കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി യത്തീംഖാനയുടെ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകിയവരെയും
സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ ചേർന്ന് നിന്നവരെയും അനുസ്മരിക്കാനാണ് പരിപാടി സംഘടിപ്പിച്ചത്. യത്തീംഖാന കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സമസ്ത കേന്ദ്ര മുഷാവറ അംഗം AV ഇസ്മായിൽ മുസ്ലിയാർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. SYS സംസ്ഥാന സെക്രട്ടറി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അനുസ്മരണ പ്രഭാഷണവും സമസ്ത തൃശൂർ ജില്ലാ വർക്കിംഗ് സെക്രട്ടറി ബഷീർ ഫൈസി ദേശമംഗലം മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു. MSA വർക്കിംഗ് പ്രസിഡന്റ് ഹാജി PTP തങ്ങൾ അധ്യക്ഷനായി. തലശ്ശേരി ഉവൈസ് മിസ്ബാഹി മൗലിദ് സദസ്സിന് നേതൃത്വം നൽകി. മാനേജർ TP ഹംസ ആമുഖ പ്രഭാഷണം നടത്തി. MP അബ്ദുള്ളക്കോയ തങ്ങൾ, സയ്യിദ് ഉമ്മറുൽ ഫാറൂഖ് തങ്ങൾ, KM മുഹമ്മദ് കുച്ചനാട്, TA ഏന്തിൻകുട്ടി ഹാജി, KA റസാഖ്, മുഹമ്മദ് അലി ഹാജി, അഡ്വക്കേറ്റ് ഷമീം അൻവരി, അജ്മൽ ബാഗവി, മമ്മിക്കുട്ടി മാസ്റ്റർ, സെയിം അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. ഷഹീർ ദേശമംഗലം സ്വാഗതവും TM ഹംസ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പിറന്നാൾ ആഘോഷത്തിനായി മാറ്റിവെച്ച തുക വീട്ടമ്മയുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് കൈമാറി 5ാം ക്ലാസ് വിദ്യാർത്ഥിനി. മണ്ണൂർ നെടുകണ്ട സ്വദേശിനിയായ NR ആദിയ ആണ് തുക കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ മണ്ണൂർ സ്വദേശിനി ബേബി ഷക്കീലയുടെ ചികിത്സാ സഹായത്തിനായി ഭാരവാഹികളെ ഏൽപ്പിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത തുക ഏറ്റുവാങ്ങി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, വാർഡംഗം M ഉണ്ണികൃഷ്ണൻ, TR ശശി, സുരേന്ദ്രൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മണ്ണൂർ നെടുമുണ്ട രാമചന്ദ്രൻ അനിത ദമ്പതികളുടെ മകളാണ് ആദിയ. ആദിയയുടെ പ്രവൃത്തിയെ പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത അഭിനന്ദിച്ചു. അപ്പൊ എന്തായാലും കുട്ടിയുടെ ചെറിയൊരു സഹായം എന്ന കുട്ടിയുടെ നല്ലൊരു മനസ്സാണ്. അപ്പൊ എന്തായാലും മറ്റു കുട്ടികളെല്ലാം തന്നെ ഇത് മാതൃകയാക്കണം. എന്തായാലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിയ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ ഒരു നല്ലൊരു മനസ്സ് കാണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഒറ്റപ്പാലം ചോറോട്ടൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ അത്യപൂർവ ചടങ്ങായ അവതാര പൂജ നടന്നു. നിരവധി ഭക്തജനങ്ങൾ അർദ്ധരാത്രി നടന്ന വിശേഷ ചടങ്ങിൽ പങ്കെടുത്തു. തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലായിരുന്നു അവതാര പൂജ. അത്യപൂർവമായ ചടങ്ങാണിത്. സന്താന സൗഭാഗ്യത്തിനും രോഗദുരിതത്തിൽ നിന്നുള്ള മോചനത്തിനും വിദ്യാ തടസ്സങ്ങൾ നീങ്ങുന്നതിനും തൊഴിൽ തടസ്സങ്ങൾ നീങ്ങുന്നതിനും പരിഹാരമാണ് അവതാര പൂജയെന്നാണ് വിശ്വാസം. തിങ്കളാഴ്ച അർദ്ധരാത്രി 12 മണിക്കാണ് അവതാര പൂജ നടന്നത്. ജന്മാഷ്ടമിയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ സംഗീതോത്സവം, പ്രസാദകൂട്ട്, മറ്റ് വിശേഷ പൂജകൾ, നാരായണീയ പാരായണം എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ഷൊർണൂർ കല്ലിപ്പാടം തൃക്കോവിൽ വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തോടനുബന്ധിച്ച് സമ്പൂർണ്ണ നാരായണീയ പാരായണം നടന്നു. ക്ഷേത്രം നാരായണീയ പാരായണ സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പാരായണം. വൈകിട്ട് ക്ഷേത്ര ഊട്ടുപുരയുടെ ആദ്യഘട്ട സമർപ്പണവും നടന്നു. ക്ഷേത്രത്തിൽ വൈകുന്നേരം ഇടക്കമേളത്തോടെയുള്ള ദീപാരാധനയ്ക്ക് ശേഷമാണ് നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്ന ക്ഷേത്ര ഊട്ടുപുരയുടെ ആദ്യഘട്ട സമർപ്പണം നടന്നത്. ക്ഷേത്രം തന്ത്രിയും മുൻ ഗുരുവായൂർ മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ തീയന്നൂർ ശ്രീധരൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കലാമണ്ഡലം വെള്ളിനേഴി രഘുചന്ദ്രനും ശിഷ്യരായ നിവേദ്, അനന്ത് നീലകണ്ഠൻ, വിഷ്ണുജിത്ത്, വിശ്വജിത്ത്, ആഗ്നയ് എന്നിവർ പങ്കെടുത്ത പഞ്ചതായമ്പക അരങ്ങേറി. നൂറുകണക്കിന് ഭക്തജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് C ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി PC രാജീവ്, ട്രഷറർ AK മണികണ്ഠൻ, കമ്മിറ്റി അംഗങ്ങളായ K ഉണ്ണികൃഷ്ണൻ, T മുരളീധരൻ, P ജയൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കര മഞ്ഞക്കര വൃന്ദാവനം ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടുകൂടി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി മഹാശോഭയാത്രയും നടന്നു. ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി മങ്കര മുണ്ടേകാവിൽ നിന്നും തുടങ്ങിയ ഘോഷയാത്ര മങ്കര നായർവീട് വിഷ്ണു ക്ഷേത്രത്തിൽ സമാപിച്ചു. രക്ഷാധികാരി മുരളി പര്യങ്കങ്കാട്, താലൂക്ക് സഹകാര്യദർശി CR സജീവ്, ജില്ലാ കാര്യദർശി സുനിൽ, താലൂക്ക് അധ്യക്ഷൻ ഉണ്ണി വിശ്വനാഥ്, KR ബാലസുബ്രഹ്മണ്യൻ, ഉണ്ണികൃഷ്ണൻ, രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വയനാടിനൊരു കൈത്താങ്ങേകാൻ ബാലഗോകുലം സ്വരൂപിച്ച ഫണ്ട് സേവാഭാരതിക്ക് കൈമാറി. അമ്പാടിക്കണ്ണന്മാരുടെ വേഷങ്ങളും വർണ്ണമനോഹരമായി. ഇവിടുത്തെ ഗുരുസ്വാമിയായിട്ടുള്ള ചാതുസ്വാമി, അതുപോലെ അഞ്ചുമൂർത്തി അമ്പലത്തിലെ പൂജാരിയായിട്ടുള്ള സ്വാമി, ഇവർ 3 പേരും ചേർന്നിട്ടാണ് ആദ്യമായിട്ട് ശ്രീകൃഷ്ണ ജയന്തി ഇവിടെ ഉണ്ടാക്കിയത്.
ആ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെ തുടങ്ങി. പിന്നെ ചില കാലഘട്ടത്തിൽ അത് 1-2 പ്രാവശ്യം വിട്ടുകൂടാണ്ട് നമ്മൾക്കത് നിർത്താതെ ഇത്രയും കാലോപകരണത്തിൻ്റെ പേരിൽ അത് നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. ഇപ്രാവശ്യം നമുക്കത് കുറച്ച് ഗംഭീരമായി നടത്തുമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വയനാടിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്തു വെച്ചാൽ കുറച്ച് ആഘോഷം കുറച്ചിട്ട് അതിൽ നിന്നൊരു വിഹിതം നമ്മൾ വയനാടിൻ്റെ ഒരു കൈത്താങ്ങ് എന്ന നിലയ്ക്ക്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചെറുതുരുത്തിയിൽ 4ഓളം ദേശകമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നു. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ശോഭയാത്രകളുമുണ്ടായി. മേഖലയിലെ 4 ദേശകമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടന്നത്. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രം വിഭാഗം, പുതുശ്ശേരി വിഭാഗം, ഇരട്ടക്കുളം വിഭാഗം, മേലെ വെട്ടിക്കാട്ടിരി വിഭാഗം എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധതരം വാദ്യോപകരണങ്ങളും വിവിധതരം വേഷങ്ങളണിഞ്ഞ കുട്ടികൾ കോഴിമാമ്പറമ്പ് ക്ഷേത്രത്തിലെത്തുകയും തുടർന്ന് ഘോഷയാത്രയായി ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിലേക്ക് എത്തിയ ശേഷമാണ് ഘോഷയാത്രകൾക്ക് സമാപനം കുറിച്ചത്. മേഖലയിലെ മറ്റു ദേശകമ്മിറ്റികൾ ആഘോഷ പരിപാടികൾ മാറ്റിവെച്ച് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കായി തുക സംഭാവന ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര വെസ്റ്റ് അതിർക്കാട് ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ വൈകുന്നേരം നടന്ന ശോഭയാത്രയിൽ 100ഓളം കുരുന്നുകൾ ഉണ്ണിക്കണ്ണന്മാരും രാധകളുമായി വീഥികളെ അമ്പാടിയാക്കി. പതിയിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്നും തുടങ്ങിയ ശോഭയാത്ര കൈപ്പയിൽ ക്ഷേത്രത്തിൽ സമാപിച്ചു. വാദ്യമേളങ്ങളും വ്യത്യസ്ത വേഷങ്ങളുമുണ്ടായി. രൂപേഷ് അതിർക്കാട്, ബൈജു PR, PP രമേശ്, KG പ്രമോദ്, ബിജോയ്, V അംബിക, സൗമ്യ സുരേഷ്, ഉണ്ണികൃഷ്ണൻ, വിനോദ് കുമാർ തുടങ്ങിയവർ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. ശ്രീകൃഷ്ണ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ 11ാം വാർഷികമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നടത്തി വരികയാണ്. അതിർക്കാട് ശ്രീ ഭദ്രകാളി ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് നമ്മൾ ശ്രീ കൈപ്പയിൽ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിൽ സമാപിക്കുന്നതാണ്. ഈ വർഷം തോറും നമ്മൾ കുട്ടികളായിട്ടുള്ള ഘോഷയാത്രകളും പല പരിപാടികളും നടത്തി വരുന്നുണ്ട് വർഷമായിട്ട്. ഇനിയും അടുത്ത വർഷവും നമ്മൾ ഇതുപോലെ തന്നെ നല്ല ഗംഭീരമായിട്ട് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കിയത് മുകേഷിന്റെ രാജിയുമായും സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായും ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. എന്റെ വഴി എന്റെ അവകാശമാണെന്നും പ്രതികരിക്കാൻ സൌകര്യമില്ലെന്നും വ്യക്തമാക്കിയ കേന്ദ്രമന്ത്രി മാധ്യമപ്രവർത്തകരെ തള്ളിമാറ്റി. സുരേഷ് ഗോപി പരസ്യമായി മാപ്പ് പറയണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ. ചോദ്യങ്ങളെ മസിൽ പവർ കൊണ്ട് നേരിടുന്ന ശൈലി ഞെട്ടിക്കുന്നതെന്നും KUWJ. കാലാവസ്ഥാ വ്യതിയാനത്തിനനുസരിച്ചുള്ള നിർമ്മിതികളാണ് കെട്ടിട നിർമ്മാണ മേഖലയിൽ നടക്കേണ്ടതെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. തൃത്താല മണ്ഡലത്തിൽ വികസനത്തിന്റെ പൂക്കാലമെന്നും മന്ത്രി. തൃത്താല സർക്കാർ ആശുപത്രിയിൽ 12.5 കോടി രൂപയുടെ പുതിയ കെട്ടിടമുയരുന്നു. ജനങ്ങൾക്കു നൽകിയ വാഗ്ദാനങ്ങൾ ജാഗ്രതയോടെ പൂർത്തിയാക്കുമെന്ന് മന്ത്രി MB രാജേഷ്. നെന്മാറയിൽ 17-കാരനായ വിദ്യാർത്ഥിയെ SI മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ശേഷം നടപടിയെന്ന് പാലക്കാട് SP R ആനന്ദ് IPS. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടി. പുതിയ വിവാദം. പട്ടാമ്പിയിൽ വിദ്യാർത്ഥിയെ മർദ്ദിച്ച സംഭവം പോലീസ് സേനയ്ക്ക് കളങ്കമായതിനു പിറകെ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സർക്കാർ അനാസ്ഥ വെടിയണമെന്ന വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചതിലൂടെ സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞതായി വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ഭാരവാഹികൾ. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് K രാധാകൃഷ്ണൻ MP. ഏത് ഉന്നതനായാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമെന്നും K രാധാകൃഷ്ണൻ. കാപ്പ നിയമലംഘനം നടത്തി തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച 7 പേർ അറസ്റ്റിൽ. പ്രതികളെ പിടികൂടിയത് വിവിധ സ്റ്റേഷനുകളിലെ അന്വേഷണ സംഘം. കാപ്പ ഉത്തരവ് പ്രകാരം ജില്ലയിൽ പ്രവേശന വിലക്കുള്ളവർ നിയമം ലംഘിച്ച് ജില്ലയിലേക്ക് പ്രവേശിച്ചാൽ കർശന നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ. പുലിപ്പേടിയിൽ കല്ലേക്കാട് ഗ്രാമം. കല്ലേക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രിക്ക് സമീപമിറങ്ങിയ പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞു. മുണ്ടൂർ വനമേഖലയോട് ചേർന്ന ജനവാസ കേന്ദ്രത്തിൽ വന്യമൃഗങ്ങളുടെ ശല്യം തടയാൻ സത്വര നടപടി വേണമെന്ന് നാട്ടുകാർ. ഓണത്തിന്റെ രുചി കൂട്ടാൻ കുടുംബശ്രീയുടെ ചിപ്സും ശർക്കര വരട്ടിയും വരുന്നു. ഫ്രഷ് ബൈറ്റ്സ് എന്ന പേരിൽ ബ്രാൻഡ് ചെയ്ത കുടുംബശ്രീ പുറത്തിറക്കുന്ന ഉൽപ്പന്നങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ.
കോർപ്പറേറ്റ് ബ്രാൻഡുകളോട് കിടപിടിക്കുന്ന രീതിയിലാണ് കുടുംബശ്രീ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുന്നതെന്ന് മന്ത്രി എം.ബി. രാജേഷ്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.